അച്ഛനില്ലാത്ത 2 മക്കളെയും വളർത്തിയിട്ട് 5 വർഷം കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ മാനസികാവസ്ഥ സാർ നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ അത്രയും നല്ലത്. ഞാൻ കുട്ടി വീൽ ചെയറിലിരിക്കുകയാണ്. കണ്ട ഉടനെ പറയാണ്, നിങ്ങൾ പ്രകമ്പനം സൃഷ്ടിച്ച മീഡിയാസിലേക്ക് അറിയിച്ച കള്ളക്കേസ് കൊടുത്ത ആൾക്കാരല്ലേ, നിങ്ങൾക്ക് പതിയെ വന്നാൽ മതി, ക്യൂവിൽ നിന്ന് വന്നാൽ മതി, വ്യാജ പരാതിയും കൊടുത്ത് അലർജി ഇല്ലാത്ത കുറച്ച് അലർജിയൊന്നും കാണിച്ചു വന്ന ആൾക്കാരല്ലേ, ഇത്രയും ക്രൗഡ് നോക്കി നിൽക്കെ. മോൾക്ക് ചെറിയൊരു ശ്വാസം മുട്ടലുമായി ബന്ധപ്പെട്ട് നേമം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയതാണ് ഈ കുടുംബം. അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം കുട്ടിക്ക് നടക്കാനോ നിത്യവൃത്തികൾ ചെയ്യാനോ കഴിയാത്ത അവസ്ഥ. ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു ചെന്ന് പരാതി പറഞ്ഞപ്പോൾ അവർ കൈവിട്ടു. തുടർ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ മീഡിയയോടും മറ്റും പരാതി പറഞ്ഞ കൂട്ടരല്ലേ അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച അധിക്ഷേപം. മുതിർന്നവരുടെ കസേര ഗർവും ഡമ്പും കൊണ്ട് പാവപ്പെട്ട ഈ കുട്ടിക്ക് ദയവായി ചികിത്സ നിഷേധിക്കരുത്. ആരോഗ്യവകുപ്പ് മേലധികാരികളും ആരോഗ്യമന്ത്രിയും വരെ ഇത് ശ്രദ്ധിക്കണം, അപേക്ഷയാണ്. പിന്നെ ഈ കുഞ്ഞിന് വന്ന ഈ ഒരു ദുരിതം, അതിന്റെ തുടക്കം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അന്നെടുത്ത ആ ഇഞ്ചക്ഷനിൽ നിന്ന് ആണിങ്ങനെ സംഭവിച്ചതെന്ന് പറയാൻ എന്താ കാരണം? ശ്വാസം മുട്ടലുണ്ടായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ കൊണ്ടുപോയ സമയത്ത് ശ്വാസം മുട്ടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്വാസം മുട്ടൽ കൂടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് ഈ ഇഞ്ചക്ഷന്റെ ഇത് മോൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലാണ് ഇഞ്ചക്ഷൻ എടുത്തത്. ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ തന്നെ ചുണ്ടിന്റെ ഭാഗത്ത് ഷിവറിങ് ഉണ്ടായി. കൊച്ചതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ട് പറഞ്ഞത് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് അതിന്റെ ഭാഗമാണ്, കുഴപ്പമില്ല. പിറ്റേ ദിവസം നിങ്ങൾ എത്ര സമയം നിൽക്കുമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് കുറച്ച് സമയം, പിറ്റേ ദിവസം നിൽക്കും, കുഴപ്പമില്ല, മാറിക്കോളും, ചില കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഡോക്ടറിന്റെ ഉറപ്പിലാണ് ഞങ്ങൾ പിറ്റേ ദിവസം സ്കൂളിൽ എക്സാം ഇട്ടത്. അത് ഡെയിലി ഞാൻ 2 വീലറിലെ കൊണ്ടാക്കും. പക്ഷെ അന്നായപ്പം വണ്ടിയിൽ കയറാൻ കുട്ടിക്ക് വയ്യ. ഞാൻ ഓട്ടോ പിടിച്ച് കൊണ്ടാക്കിയപ്പം ഒട്ടും പോലും നടക്കാൻ പറ്റുന്നില്ല, കുഴഞ്ഞു വീഴുന്നൊരവസ്ഥ. അവിടെ ചെന്ന് ഞങ്ങൾ അവിടെ നേരെ എക്സാം എഴുതാൻ പറ്റാതെ തിരിച്ച് ശാന്തിവിടെ തന്നെ കൊണ്ടുവന്നപ്പം അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ തിരിച്ച് ഷൗട്ട് ചെയ്യുകയുണ്ടായി. അവിടെ സംസാരമായി. ഞങ്ങളെ കുട്ടിയെ പുറത്തിരുത്തിയിട്ട് ഞങ്ങൾ തന്നെയാണ് 108 ആംബുലൻസ് വിളിച്ചപ്പോഴത്തേക്ക് ഓക്സിജൻ ലെവലൊക്കെ താഴ്ന്ന കുട്ടിയും കൊണ്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ചെന്ന് ഏകദേശം എല്ലാ ടെസ്റ്റുകളും എടുത്തു. ECG, എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ് എല്ലാം എടുത്തിട്ടും അവിടെ കുട്ടിക്ക് യാതൊരു പ്രശ്നമില്ല. ഇഞ്ചക്ഷന്റെ ഭാഗമായിട്ടായിരിക്കാമെന്ന് ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു എത്ര ദിവസം ഇഞ്ചക്ഷന്റെ ഭാഗമായിട്ടായിരിക്കാം എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിന്നാണോ? മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് OP ടിക്കറ്റിൽ എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഒരു OP ടിക്കറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ചിലർക്ക് പൊട്ടാസ്യം ലെവൽ കുറഞ്ഞിട്ട് ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ഉണ്ടാകും എന്ന് മേ ബി ഉണ്ടാകാം എന്നുള്ള പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് OP ടിക്കറ്റിൽ എഴുതാൻ പറഞ്ഞു. OP ടിക്കറ്റ് എഴുതിയിട്ടുണ്ട്, വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് കാരണമാണ് ഞങ്ങൾക്ക് തിരിച്ചു വീട്ടിൽ വന്നിട്ട് പൊട്ടാസ്യം കണ്ടന്റ് അടങ്ങിയ ഫുഡ് കൊടുത്താൽ മതി, അലർജറ്റിക് ആയതുകൊണ്ട് ഇപ്പൊ പൊതുവെ ഇനി വേറെ മരുന്ന കുട്ടിക്ക് കൊടുക്കുമ്പോൾ അത് വീണ്ടും പ്രശ്നമാവും. അലർജറ്റിക് ആണോ? അല്ല, ഇത് അലർജി വന്നത് കൊണ്ട് ഈ ഇഞ്ചക്ഷന്റെ ഭാഗമായിട്ട് ബുദ്ധിമുട്ട് വന്നത് കിടക്കുന്നത് കൊണ്ട് വീണ്ടും ഈ ശ്വാസം മുട്ടുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതിനൊക്കെ കൊടുക്കുന്ന നോർമൽ ആയിട്ടുള്ള ഇഞ്ചക്ഷൻ അലർജിക്കുള്ള ഇഞ്ചക്ഷൻ ആണ് എന്നാണ് പറയുന്നത്. എനിക്ക് ഈ മെഡിക്കൽ ഫീൽഡിൽ സംസാരിക്കാൻ അറിയില്ല. എങ്കിലും നമ്മൾ ഡോക്ടർ പറയുന്ന മാത്രം അനുസരിക്കുന്ന ഒരാൾക്കാർ അല്ല സഹോദരി. ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ഒരു ടെസ്റ്റ് ഡോസ് കൊടുക്കാതെ കൊടുത്തിട്ടില്ല. ഇപ്പോ സാധാരണ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. ടെസ്റ്റ് ഡോസ് കൊടുക്കാതെയാണ് കുട്ടിക്ക് ഡയറക്റ്റ് ഇഞ്ചക്ട് ചെയ്തത്. ആ ഇഞ്ചക്ഷൻ എടുത്ത രീതിയിലാണോ ഇഞ്ചക്ഷൻ മരുന്നിലാണോ ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് പറഞ്ഞിട്ട് പറഞ്ഞു പൊട്ടാസ്യം കണ്ടന്റ് അടങ്ങിയ ഫുഡ് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ കരിക്കും വെള്ളം ഏത്തപ്പോഴും ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് OP ടിക്കറ്റിൽ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഫോളോ അപ്പ് 4 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും ഈ കൈ മടങ്ങിയ അവസ്ഥ, നടക്കാൻ പറ്റാത്ത അവസ്ഥ കൂടി വരുന്നില്ല, കുറയുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ നേമം സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു. അവിടെ നിന്ന് ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. മീഡിയക്കാര് വന്നു സംസാരിച്ചു. ഇതാണ് ഞാൻ ചെയ്ത തെറ്റ് ഒറ്റവാക്കിൽ പറഞ്ഞ. ഇന്നലെ കുട്ടിയും കൊണ്ട് തീരെ നിവൃത്തിയില്ലാതെ, അതായത് കുട്ടിക്ക് പരസഹായം ഇല്ലാതെ ദിനചര്യ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് കുട്ടി പോയി. എനിക്കത് അമ്മ ഇന്നലേക്ക് കാണും തോറും ഞാനിങ്ങനെ ബോൾഡായിട്ട് പല മീഡിയസിലും ബോൾഡായിട്ട് സംസാരിച്ചെങ്കിലും ഇന്നത്തോടെ എനിക്ക് പ്രതീക്ഷ അറ്റൊരവസ്ഥയാണ് ഇപ്പോൾ. അതായത് കുട്ടിയും കൊണ്ട് ഇന്നലെ മെഡിക്കൽ കോളേജിൽ ഓർത്തോ OP കാണിക്കാൻ വേണ്ടി പോയി. അപ്പം നടക്കാൻ തീരെ വയ്യാത്തതുകൊണ്ട് ഞാനും മോളും വണ്ടിയിലാണ് പോയത്. മോൻ ബസ്സിൽ വന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും വീൽ ചെയറിൽ ഒറ്റയ്ക്ക് കൊണ്ടുപോയത് കൊണ്ട് ഞാൻ അറ്റൻഡർക്ക് ചോദിച്ചു, സാർ അകത്തോട്ട് കൊച്ചിനെ കൊണ്ട് കയറാൻ പറ്റുമോ, ക്യൂ നിൽക്കാൻ ചോദിച്ച പറഞ്ഞു അതിനെന്താ സഹോദരി കൊണ്ട് കാണിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഡോക്ടർ റൂമിലേക്ക് ഞങ്ങളെ കയറ്റി വിട്ടു. അതായത് ഇന്നലെ ദുഃഖവെള്ളി ആഴ്ച ആയതുകൊണ്ട് മറ്റുള്ള ഡോക്ടേഴ്സ് എല്ലാം കുറച്ച് ലീവ് ആയതുകൊണ്ട് ഡോക്ടർ ജഗദീവ് ജി
ജഗജീവൻ അങ്ങനെ ഒരു ജഗജീവൻ ഡോക്ടറാണ് ഞങ്ങളെ കുട്ടിയെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് ഞങ്ങൾ അകത്തോട്ട് കയറിയപ്പോ ഞാൻ കുട്ടി വീൽ ചെയറിലിരിക്കുകയാണ്. കണ്ട ഉടനെ പറയാണ്, നിങ്ങൾ പ്രകമ്പനം സൃഷ്ടിച്ച മീഡിയസിലേക്ക് അറിയിച്ച കള്ളക്കേസ് കൊടുത്ത ആൾക്കാരല്ലേ, നമുക്ക് പതിയെ വന്നാൽ മതി, ക്യൂവിൽ നിന്ന് വന്നാൽ മതി, വ്യാജ പരാതിയും കൊടുത്ത് അലർജി ഇല്ലാത്ത കുറച്ച് അലർജിയൊന്നും കാണിച്ചു വന്ന ആൾക്കാരല്ലേ, ഇത്രയും ക്രൗഡ് നോക്കി നിൽക്കെ പറഞ്ഞപ്പോ ഞാൻ ഒരു അക്ഷരം തിരിച്ചു പറഞ്ഞില്ല. പറയാത്ത കാരണം നോക്കിയപ്പോ എന്റെ കുട്ടി ഇരുന്ന് കരയുന്നു. എനിക്ക് ഇതോടെ പ്രതീക്ഷ നിന്നു. കാരണം മെഡിക്കൽ ഫീൽഡ് ഒന്നടങ്കം ഒറ്റക്കെട്ടായി ഈ വീഡിയോസ് കണ്ടതിന്റെ പേരിൽ ആ കുട്ടിക്ക് ചികിത്സ നിഷേധിക്കുന്ന രീതിയിലാണ് കുട്ടിക്ക് ഇന്നലെ അവർ കാണിച്ചത്. അതോടെ എന്റെ പ്രതീക്ഷ പോയി. ഒരു കാര്യം ഞാൻ പറയാം, എന്നിട്ട് അവിടെ നിന്ന് പഠിക്കുന്ന ഡോക്ടറിനെ വിട്ട് ഒരു എക്സ്റേ എടുക്കാനോ വേറെ ഒരു ടെസ്റ്റ് നടത്താതെ അവർ തന്നെ തീരുമാനിച്ചിട്ട് കുട്ടിക്ക് സ്ട്രെസ് ആവാം, നിങ്ങളൊരു ന്യൂറോയെ കാണിക്കാന്ന് പറഞ്ഞ് നമുക്ക് സജസ്റ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അവിടെ ശരിയായ ചികിത്സയല്ല നമ്മൾ നിഷേധിക്കുകയാണ് ചെയ്തത്. എനിക്ക് അതാണ് എന്റെ ജീവിതത്തിൽ ഇന്നലത്തോടെ ഞാൻ ഇന്നലെ വരെ മാധ്യമങ്ങളുടെ മുമ്പിൽ ബോൾഡായിട്ട് സംസാരിക്കാൻ എന്റെ പ്രതീക്ഷ പോയി. കാരണം ഇനി ഈ നമ്മൾ സാധാരണക്കാർ പലരും പറയുന്നുണ്ട് പ്രൈവറ്റിൽ കൊണ്ടേ കുട്ടിയെ രക്ഷിക്കാൻ. പ്രൈവറ്റ് ചെന്ന് കയറുമ്പോൾ എത്ര രൂപയാവും എന്നുള്ളത് എല്ലാ സാധാരണക്കാർക്കും അറിയാം. ലക്ഷങ്ങളും കയ്യിൽ വെച്ചിട്ട് വേണം പ്രൈവറ്റിൽ പോവാം. അപ്പൊ ഞാൻ ഇന്നലെ പ്രതീക്ഷയോടെയാണ് മെഡിക്കൽ കോളേജിൽ പോയത്. ആ സാറിന് അത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നിങ്ങളിത് പറയണം. ഒരിക്കലുമില്ല. ആ കുട്ടിക്ക് 14 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ കൊച്ചിന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ആ കൊച്ചിന്റെ മാനസികാവസ്ഥ, നമുക്ക് ഇതിൽ നിന്ന് എന്താണ് നേടാനുള്ളത് സാർ? നമുക്ക് നിങ്ങൾ തന്നെ ചിന്തിക്കണം. നമുക്ക് ഇതിനകത്ത് ഒന്നും നേടാനില്ല. എന്റെ ഒരു ആവശ്യം എന്ന് വെച്ചാൽ എന്റെ കുട്ടിക്ക് ബെറ്റർ ചികിത്സയാണ് എനിക്ക് ആവശ്യം. 1 രൂപ എനിക്ക് ഇതിനകത്ത് ആവശ്യമില്ല. ഒരു ബെറ്റർ ചികിത്സ കൊടുത്ത് എന്റെ കുട്ടിയെ പഴയ അവസ്ഥയിൽ ആക്കണം. ഇനി ന്യൂറോയിനെ കൊണ്ട് കാണിച്ചാലും ഈ ഡോക്ടേഴ്സ് ചെയ്യാൻ പോകണം. അത് കുട്ടിക്ക് ഒന്നുമില്ലെന്ന് എഴുതരും. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടുമെന്ന് തോന്നുന്നില്ല. ചികിത്സ കിട്ടുമായിരുന്നെങ്കിൽ ആ ഡോക്ടർ ഒരിക്കലും ജഗജീവൻ ഡോക്ടർ, പ്രത്യേകിച്ച് പേരെടുത്തിട്ട് ഞാൻ പറയും, ജഗജീവൻ ഡോക്ടർ എന്റെ കുട്ടിയുടെ മുഖത്ത് നോക്കി ഞങ്ങളെ മുഖത്ത് നോക്കിയും ഇത്രയും ആൾക്കാർ മുമ്പ് വെച്ച് അപമാനിച്ചില്ലേ, അതോടുകൂടി എനിക്ക് വിശ്വാസം പോയി. ഇന്നലെ അവരെനിക്ക് ഞാൻ ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ കരഞ്ഞിട്ടില്ല. ഇന്ന് എനിക്ക് ആ കരച്ചിൽ വരാൻ കാരണം എന്റെ വിഷമം അത്രയേറെ ഉണ്ട്. ഒരു ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഏത് അവസ്ഥയും അവനവന് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. പുറമെ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, എല്ലാം കാണിക്കുന്നു. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്, ഫാഷൻ ഡിസൈനറാണ്. ആ ഒരു തൊഴിൽ ചെയ്യാൻ ജീവിക്കുന്ന ഒരാളാണ്. എന്റെ വീട്ടിൽ തന്നെ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇനി ഒരു അവസ്ഥ ഈ മാധ്യമങ്ങളോടും ഞാൻ പറയാണ്, ഈ ഒരു അവസ്ഥ ഒരു വ്യക്തികൾക്കും ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ നിൽക്കണം. എന്റെ കുട്ടിക്ക് ബെറ്റർ ചികിത്സ കിട്ടണം. അതിനപ്പുറത്തേക്ക് എനിക്ക് ഒരു ആവശ്യം ഇതിനകത്തില്ല. ശരിക്കും മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ആരെങ്കിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരുന്നോ? ഇല്ല, ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. മാധ്യമങ്ങളിൽ ഈ വാർത്ത ഒന്നുമല്ലാതെ ഒരു ഫോളോ അപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരിക്കും വനിതാ സുരക്ഷിതത്വവും സ്ത്രീ സുരക്ഷിതത്വവും കുട്ടികൾക്കുള്ള അവകാശങ്ങളെ കുറിച്ചൊക്കെ ഘോരഘോരം പ്രസംഗിക്കുകയാണ്. ഇലക്ഷന്റെ ചൂടിൽ ഈ വാർത്ത മുങ്ങിപ്പോവുകയാണ്. ഇത് മന്ത്രി വീണ ജോർജ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ ഇവരെ കോണ്ടാക്ട് ചെയ്യണം. ഇവർ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വന്നാൽ, അതായത് ഈ പെരിങ്ങമല വന്ന് തിരക്കിയാൽ ഇവരെ എല്ലാവർക്കും അറിയാം. കാരണം ഈ വീട്ടിലേക്ക് വന്ന ദുരന്തങ്ങൾ പലതാണ്, വിഷമതകൾ പലതാണ്. അതിൽ നിന്നൊക്കെ കരകയറാൻ ശ്രമിക്കുന്ന ഒരു പാവം വീട്ടമ്മയാണ് ഇപ്പോ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നത്. ഒരു സർക്കാരിനെയോ ഒരു പാർട്ടിയോ ഞാൻ വിമർശിക്കുന്നില്ല. മാക്സിമം നല്ല രീതിയിലുള്ള സൗകര്യങ്ങളോട് കൂടിയാണ് നമ്മുടെ എല്ലാ ഹോസ്പിറ്റലിലും നമ്മുടെ സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ആ സർക്കാർ ഒരുക്കിയിട്ടുള്ള ഹോസ്പിറ്റലിന്റെ പേര് കളയാൻ വേണ്ടി കുറെ ഡോക്ടേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, നഴ്സുമാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊരിക്കലും സർക്കാരിന്റെ കുറ്റമല്ല. നിലവിലെ സർക്കാർ എല്ലാ സംവിധാനങ്ങളോടുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുകൂടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കേണ്ട അവസ്ഥ നമുക്കില്ല. നമ്മുടെ ഹോസ്പിറ്റലിലുള്ള അധികാരികളുടെ പ്രശ്നമാണത്. ആ സബ്ജക്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നമാണ്. തീർച്ചയായിട്ടും. അല്ല, സംവിധാനം മൊത്തത്തില് പാകപ്പെടുള്ളതെന്ന് നമ്മൾ പറയണില്ല. അല്ല, ഞാൻ ഡോക്ടേഴ്സ് ഇന്നലെ ആ ഒരു വാക്ക് എന്റെ കുട്ടിയെടുത്ത് പറഞ്ഞെങ്കിൽ എന്തുമാത്രം വൈരാഗ്യമുണ്ട്. ശരിക്കും ആശ്വാസം പകരേണ്ടുന്ന ഒരു ഡോക്ടറാണ് എനിക്ക് ഇന്നലെ ഇത്രയും സങ്കടം വരാനുള്ള ഒരു കാരണം ആ ഡോക്ടർ ഞങ്ങൾ അപമാനിച്ചല്ലേ. നമ്മൾ എന്താണ് നമ്മൾ മീഡിയാസിന് കൊടുക്കാതെ നിങ്ങൾ കുട്ടിക്ക് എന്ത് ചെയ്യും മുന്നോട്ട്? വാർത്ത പുറത്തു വരണമല്ലോ മീഡിയ. ഞാൻ ചോദിക്കട്ടെ, എന്റെ സംശയം, ഇപ്പൊ ഞാൻ ചെയ്ത ഈ കുട്ടിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ മുണ്ടാതിരിക്കണമായിരുന്നോ? കുട്ടി ഞങ്ങൾ കൂട്ടിയിടണമായിരുന്നോ? പുറത്തിറങ്ങണ്ടേ? കുട്ടിക്ക് ജീവിക്കണ്ടേ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഈ വീട്ടിനകത്ത് കിടന്ന് സങ്കടപ്പെടുന്നത്.
ഈ നമ്മുടെ മന്ത്രി കാണുന്നെങ്കിൽ ദൈവത്തെ ഓർത്ത് ഞങ്ങൾ കുട്ടിക്ക് ഒരു ബെറ്റർ ചികിത്സ കൊടുത്ത് തന്നെ പഴയ അവസ്ഥയിൽ എത്തിക്കാൻ മാക്സിമം സഹായിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു രൂപ പോലും ഞങ്ങൾ നഷ്ടപരിഹാരമല്ല, എന്റെ കുട്ടിയുടെ വിദഗ്ധ ചികിത്സ കൊടുത്ത് എന്റെ കുട്ടിയെ പഴയ അവസ്ഥയിൽ എത്തിക്കണമെന്നാണ്. ഇതുവരെ ഒരു മാധ്യമങ്ങൾക്ക് മുമ്പ് ഞാൻ കരഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മറ്റൊരാളുടെ മുമ്പ് കരയുന്നൊരവസ്ഥ. മക്കളുടെ അച്ഛൻ മരിച്ചപ്പോൾ പോലും ഞാൻ പിടിച്ചു നിന്ന് മക്കൾക്ക് വേണ്ടി. പക്ഷെ എനിക്കിത് മക്കൾക്ക് വന്നപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇന്നലത്തോടും കൂടെ എനിക്ക് എന്റെ പ്രതീക്ഷ തെറ്റിയ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഭയങ്കര സ്മാർട്ടായിട്ടുള്ള എന്റെ അനിയത്തി ഇപ്പൊ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ചേട്ടന്റെ കഥയിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. കാരണം ആൾക്ക് അച്ഛനില്ല. ആളുടെ ഒരു 3ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛൻ ഭരിക്കുന്നത്. അതിനുശേഷം അവൾക്കെല്ലാം ഞാനാണ്. എനിക്കും കുടുംബത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് എല്ലാം ഉണ്ട്. അപ്പൊ എനിക്ക് അവളെന്ന് പറഞ്ഞ ജീവനാണ്. ഈ ഒരു അവസ്ഥയിൽ അവളെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു മാനസിക നില പ്രശ്നമാണ്. കാരണം ഇത് അന്ന് നമ്മൾ ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കുന്നു, ശ്വാസം മുട്ടെന്ന് പറയുന്നു. അന്ന് പരിശോധിച്ച ഡോക്ടർ സീനിയർ ആയിട്ടുള്ള ഡോക്ടറാണോ അതോ പ്രാക്ടീസ് ചെയ്യുന്ന ഹൗസ് സർജൻ ടൈപ്പ് ആരെങ്കിലും ആയിരുന്നോ? ആളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആള് നേരെ നോക്കിയത് പോലും ഇല്ല. കാരണം നമുക്ക് അറിയത്തില്ല അവിടെ നിൽക്കുന്ന കാഷ്വാലിറ്റികൾ കൊണ്ട് കാണിച്ച്. കാഷ്വാലിറ്റിയിലായിരുന്നു? കാഷ്വാലിറ്റികൾ കാണിച്ചു. അപ്പോൾ അവിടെ നിലവിൽ ഭയങ്കര തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. കാരണം ഞാനും സഹോദരിയും മാത്രമേ. പിന്നെ നമ്മളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടെ വന്നു. അത്രയുള്ള തിരക്ക്. അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് അവർക്കൊരു അലസത പോലെയായിരുന്നു മൊത്തത്തില്. ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് അന്ന് ശ്വാസം മുട്ട് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. മാത്രമാണ് പ്രശ്നം. പിന്നെ അതിനുശേഷം കുത്തിവെച്ച രീതിയോ ഒന്നും ശരിയല്ലായിരുന്നു. കാരണം എന്റെ കണ്ണിൽ കണ്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അത് വെയിൻ കിട്ടാത്തതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോഴും ഇതേ സെയിം പ്രശ്നം. ആള് ചുണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു, കാലിനൊരു വേദന, ഒരു തരിപ്പ് പറയുന്നത്. അപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ പുറത്തിരുത്തിയിട്ട് നെബുലൈസേഷൻ കൊടുക്കാൻ വേണ്ടി പുറത്തിരുത്തിയിട്ട് ഞാൻ ഡോക്ടറിനോട് പറയുന്നുണ്ട്, ഡോക്ടർ ഇതാണ് കാര്യം, ഒരു വിറയിലും ഒരു വേദന പറയുന്നുണ്ട്. അപ്പോഴ് ഡോക്ടർ വന്ന് ആളെ നോക്കുകയും ചെയ്യാണ്ട് പറഞ്ഞു അത് ഒരു ഇഞ്ചക്ഷൻ എടുത്തതിന്റെ ആയിരിക്കും, ഒരു ദിവസം കാണുമെന്നുള്ള വീട്ടിൽ പൊയ്ക്കെന്ന് പറഞ്ഞു. അപ്പോഴത്തെങ്കിലും ഡോക്ടർ നമ്മളിത് പറഞ്ഞു നമ്മളൊത്തിരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമായിരുന്നു ആ സമയത്ത്. ചിലപ്പോൾ ആ സമയത്ത് കൊണ്ടുപോയെന്നെങ്കിൽ ഈ അവസ്ഥ വരത്തില്ലായിരുന്നു എന്ന് വാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മോള് പറഞ്ഞനുസരിച്ച് ഇഞ്ചക്ഷൻ കിട്ടി അല്പം കഴിഞ്ഞുകൊണ്ട് തന്നെ നാവും കൈയും ഒക്കെ തളരുന്ന പോലെ തോന്നുന്ന. ഇഞ്ചക്ഷൻ എടുത്ത ടൈമിൽ ഈ ചുണ്ട് വിറയലുണ്ട്. ഈ വേദനയൊക്കെ വന്ന ഇഞ്ചക്ഷന് ശേഷം തുടർച്ചയായിട്ടുള്ള സംഭവങ്ങളാണ്. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം ആളെ പരീക്ഷയ്ക്ക് കൊണ്ടുപോകുന്ന ഈ വേദനയോടുകൂടെ അപ്പൊ തീരെ നിവൃത്തിയില്ലാത്തൊരവസ്ഥ വന്നു. അപ്പോഴത്തേക്ക് ആ സമയത്ത് തന്നെ ഈ ഇഞ്ചക്ഷൻ എടുത്ത് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പൊ അവര് ഭയങ്കര ഒരു എന്ത് പറഞ്ഞത് അറകനായിട്ട് സംസാരിച്ച് ഭയങ്കര ഒരു നമ്മളെന്തോ അവർക്കെതിരെ കുറ്റകൃത്യം ചെയ്യുന്ന രീതിയിൽ. അപ്പൊ നമ്മള് ഈ ഇത്രയും വയ്യാത്തൊരു കുട്ടീനെ അവർ പുറത്തായിരുത്തി, വിസിറ്റേഴ്സിന്റെ റൂമിലായിരുത്തി, ഓക്സിജൻ കൊടുത്തതിന് ശേഷം പുറത്തായിരുത്തി. ഒരു ബെഡ് ഉണ്ടായ സാഹചര്യത്തിൽ പോലും പുറത്തായിരുത്തിയിട്ട് എന്റെ ഫോണിലാണ് ഞാൻ 108 വിളിച്ചത്. എന്റെ ആവശ്യപ്രകാരമാണ് ഡോക്ടർ 108 സംസാരിച്ചത്. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു രീതിക്കുള്ള ഒരു സഹായമൊന്നും ഉണ്ടായിട്ടില്ല. ഈ കുഞ്ഞിനെ ഇങ്ങനെ ചുണ്ട് സൈഡിലേക്ക് ആവുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ശ്വാസതടസ്സോ ഹാർട്ട് ബീറ്റ് കൂടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആൾ പറഞ്ഞില്ല. കാരണം ഒരു വിറയിലും ഒരു ബഹളം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇതുപോലെ അനിയത്തി ഇതുപോലെ പറഞ്ഞു വേറെ കുഴപ്പമില്ല. അങ്ങനെ ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് ഡോക്ടർ എന്താണെന്നും തിരക്കിയത് പോലും ഇല്ല. ഈ വിറയലിന്റെ കാരണം എന്താണ് ബുദ്ധിമുട്ട് വരാനുള്ള കാരണം എന്നൊന്നും തിരക്കി അങ്ങനൊന്നും ചെയ്തില്ല. അല്ല, ചികിത്സാ പിഴവെന്ന് കുടുംബത്തിന്റെ ആരോപണം എന്ന തലക്കെട്ടിലാണ് ഈ വാർത്തകൾ വരുന്നത്. ഇത് ചികിത്സാ പിഴവെന്നല്ലാതെ പിന്നെ എന്താണ് ഈ കുടുംബത്തിന് പറയാൻ പറ്റുക? ചികിത്സാ പിഴവ് തന്നെയാണ്. ആരോഗ്യത്തോടെ പോയ കുട്ടിക്ക് എന്തുകൊണ്ട് സംഭവിച്ചെന്ന് തെളിയിക്കുകയല്ലേ നിങ്ങൾ? വേറെ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. കുട്ടിക്ക് ഇത്ര അവസ്ഥയായിട്ടും ഡോക്ടേഴ്സ് ഒറ്റക്കെട്ടായി നിന്ന് ഞങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ. അപ്പൊ നിങ്ങൾ എന്ത് വിശ്വസിച്ച് ഈ കുട്ടിയെ മെഡിക്കൽ കോളേജിൽ എത്തിക്കണേ? ന്യൂറോയിൽ കാണിച്ചാൽ അവസ്ഥ തന്നെയാണ്. ഡോക്ടർ സ്വപ്നടങ്ങ് ഒറ്റക്കെട്ടായിട്ട് മെഡിക്കൽ ഫീൽഡ് നിൽക്കുമ്പോൾ എന്റെ കുട്ടിക്ക് എങ്ങനെ ചികിത്സ കിട്ടും? അപ്പൊ ഇന്നലെ ന്യൂറോയിൽ പോയി ഇതുപോലുള്ള രീതിയിൽ അധിക്ഷേപങ്ങളൊക്കെ ഏറ്റുവാങ്ങി. എന്നിട്ട് എന്തായി? ന്യൂറോയിൽ ചെന്നപ്പോൾ OP ഇല്ല. ന്യൂറോയിൽ OP ഇന്നലെ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തിരിച്ചു വന്നു. ഇനി വീണ്ടും ന്യൂറോയിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല. വേറെ ഒന്നുമില്ല. അവിടെ ചെന്നാൽ ഇത് സ്ഥിരമാകുമ്പോ ഈ കുട്ടിയുടെ മാനസിക നില എന്താവും? ഈ കുട്ടി മാധ്യമങ്ങൾക്ക് മുമ്പേ സങ്കടപ്പെട്ടും വിഷമിച്ചും വികലാംഗയായിട്ട് ആ ഒരു അവസ്ഥയിൽ എത്തിക്കാനാണോ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് രണ്ടുപേരുടെയും വിരലുകൾ ചലിപ്പിക്കാൻ തീരെ പറ്റുന്നില്ല. നടക്കാനും പറ്റുന്നില്ല. ഒരാളുടെ സഹായമില്ലാതെ പറ്റുന്നില്ല. അപ്പോ കുഞ്ഞിന് ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടി എടുത്തുകൊണ്ടാക്കണം. എന്റെ അമ്മയും ഞാൻ വീട്ടിലില്ലാത്ത സാഹചര്യത്തിൽ ആളുടെ കാര്യം കഷ്ടമാണ്. ഒന്ന് തല തുറയണമെങ്കിൽ പോലും ഒരാൾ വേണം. ഇപ്പൊ ഈ കൈ എപ്പോഴും ഈ രൂപത്തിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാനേ കുട്ടിക്ക് കഴിയുന്നുള്ളൂ, ഈ വിരലുകള്. അതെ. ഈ സൗര ഇങ്ങോട്ട് വന്നിട്ട് ആ വിരലൊന്ന് പിടിച്ചൊന്ന് നിവർത്തിയിട്ട് തിരിച്ചു വിട്ടോ നോക്കട്ടെ.
നിവർത്തിയിട്ട് തിരിച്ചു വിട്ടെ. നിവരുന്നുണ്ടോ? വേദനിക്കുന്നു അല്ലേ? നല്ല വേദനയുണ്ട്. അത് നിവരുന്നില്ല. ഓക്കെ, വേദനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ജോയിന്റിലേക്കും ആ പെയിനായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ. ഭയങ്കര രീതിയിലുള്ള സ്റ്റിഫ്നെസ്, മൂവ്മെന്റ് ഭയങ്കരമായിട്ട് സ്റ്റിഫായി പോയി. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാവുമായിരിക്കും ആ കുട്ടി എത്രമാത്രം കഷ്ടപ്പെടുകയാണ്, ആ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുഞ്ഞിനെ സംബന്ധിച്ച് അവള് മിടുക്കിയായ ഒരു കുട്ടി ഇപ്പോ പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷന് ശേഷം ഇങ്ങനെയൊക്കെ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബ പശ്ചാത്തലം തന്നെ ധാരാളം ദുരിതങ്ങൾ അനുഭവിച്ചു പോകുന്ന ഒരു ഫാമിലിയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഗൃഹനാഥൻ അവരോടൊപ്പം ഇല്ല. ഏതെങ്കിലും രീതിയിൽ ഒരു കുടുംബത്തെ കരപറ്റിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരമ്മ, വാർത്തയ്ക്ക് അതിന്റെ പിന്നില് പറയാതെ പറയുന്ന വലിയ ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായിട്ട് അവർക്ക് കഴിയുമായിരുന്നെങ്കിൽ ഇന്ന് ഈ കുട്ടി ഇവിടെ വെച്ച് അവര് നോക്കിയിരിക്കില്ല. അവർക്ക് സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബമായിരുന്നെങ്കിൽ പറ്റാവുന്നിടത്ത് കൊണ്ടുപോയി ആ കുട്ടിയെ രക്ഷപ്പെടുത്തി എത്രയും വേഗം തിരികെ കൊണ്ടുവരുമായിരുന്നു. കുഞ്ഞിന്റെ ഫോട്ടോ ഇവിടെ ഉണ്ട്. വളരെ മിടുക്കിയായിട്ടുള്ള ഓമനത്വമുള്ള ആ മോൾക്ക് ഇപ്പോ പറ്റിയിരിക്കുന്ന എന്താണെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ പ്രായത്തിനിടയിൽ ആ മോളും അവളുടെ ആങ്ങളെയും വാങ്ങിക്കൂട്ടിയ സമ്മാനങ്ങളും ഉപഹാരങ്ങളും ഇവിടെയുണ്ട്. അതിൽ നോക്കിയിരുന്ന് ആ കുഞ്ഞ് വിതുമ്പുന്നത് ഞാൻ കണ്ടു. അവൾ നന്നായി പാടും. അവളുടെ പാട്ടുകൾ ഹൃദ്യമാണ്. എന്നെ രണ്ടുപേര് കേൾപ്പിക്കാമെന്നവൾ പറഞ്ഞിട്ടുണ്ട്. ചുവരിൽ നിറയെ ദൈവങ്ങളുടെ ഫോട്ടോകളുണ്ട്, പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾ നാം പെടുന്ന ബാല്യകൗമാരങ്ങളിലൂടെ കടന്നു പോകുന്ന രണ്ട് കുട്ടികളും ഒറ്റപ്പെട്ടിട്ടും ജീവിതത്തോട് പൊരുതി നിന്ന ഒരു വീട്ടമ്മയും. അവരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയാണ്. ദയവായി കൈവിടരുത്. എത്രയും വേഗം സർക്കാർ സംവിധാനത്തിൽ തന്നെ അവളുടെ തുടർ ചികിത്സ നടപ്പിലാക്കണം. അവളെ പൂർണ്ണ ആരോഗ്യവതിയാക്കി മാറ്റണം. ഇപ്പോൾ ഇത് അപേക്ഷയാണ്. മംഗളങ്ങളരുളും മഴനീർക്കണം മംഗളം മംഗളങ്ങളരുളും മംഗളങ്ങളരുളും മഴനീർക്കണം മഴനീർക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർക്കാറ്റിനീണമേ ദീപാങ്കുരങ്ങൾ തൻ സ്നേഹാർദ്രനും വരം കാണാൻ മറന്നുപോയോ മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളെ. അവൾക്കിഷ്ടമാണ് പാടാൻ, പക്ഷേ പാടാൻ പറ്റണില്ല. നാവ് വഴങ്ങുമ്പോൾ ശ്വാസം കിട്ടുന്നില്ല, ശ്വാസം കിട്ടുമ്പോൾ നാവ് വഴങ്ങുന്നുമില്ല. പാവം കുട്ടി. നമ്മൾ ഈ വീഡിയോ വെറുതെ കണ്ടങ്ങ് പോയാൽ പോരാ. ഈ മോൾക്ക് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും നല്ല ചികിത്സ കിട്ടണം. ഒന്നിനും പരിഹാരമില്ല എന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ അവൾക്ക് പരിഹാരം വേണ്ടേ? ആ കുടുംബത്തിന് വേറെ കൺസേൺ ഒന്നുമില്ല. കുട്ടിയെ മുന്നത്തെ പോലെ നടത്തിക്കണം, മുന്നത്തെ പോലെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അത്രയേ ഉള്ളൂ. എല്ലാവരും കൂടെ നിൽക്കണം. അവൾക്ക് അച്ഛൻ്റെ തണലില്ല, അമ്മ മാത്രമേ ഉള്ളൂ, പിന്നെ ആങ്ങളെയും. അതുകൊണ്ട് തന്നെ നമ്മൾ കേരളീയർ കനിവ് പറ്റിയവരാണ് എന്ന് പറയിപ്പിക്കരുത്. ദയവായി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് എത്തിക്കണം. എത്രയും വേഗം അവരുടെ പരിഗണന ഈ പൊന്നുമോൾക്ക് കിട്ടട്ടെ. നന്ദി, സ്നേഹം.